മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ. നാവികന്നി ഭവാഭിക്കൊരാവിവൻതോണി നിൻ പദം. നാവികന്നി ഭവാഭിക്കൊരാവിവൻതോണി നിൻ പദം. നാവികന്നി ഭവാഭിക്കൊരാവിവൻതോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിന്നു ഞങ്ങളെ. നാവികന്നി ഭവാഭിക്കൊരാവിവൻതോണി നിൻ പദം.
അങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അതിന് 1980 കേരള സിലബസിൽ കായംകുളത്ത് SN വിദ്യാപീഠം എന്ന സ്ഥാപനമാണ് ആദ്യം. ഇപ്പോൾ കായംകുളത്ത് GDM ഓഡിറ്റോറിയം നിൽക്കുന്ന സ്ഥലത്ത് ഒരു അംഗനവാടി പോലെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനമായി കായംകുളത്തെ കേരള സിലബസിലെ SN വിദ്യാപീഠം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 7-8 വർഷം കഴിഞ്ഞപ്പോൾ മറ്റ് CBSE സിലബസിലേക്ക് ഒരു സ്കൂൾ തുടങ്ങണമെന്ന ആഗ്രഹം അവർക്കുണ്ടായി. അങ്ങനെ തുടങ്ങിയത് ഈ സ്ഥാപനം ഇന്ന് ആലപ്പുഴ ജില്ലയിലെ അല്ല കേരളത്തിൽ തന്നെ തലയെടുപ്പോട്ട് നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിയെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ മഹാരഥന്മാരെ ഓർക്കാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ചടങ്ങ് തുടങ്ങുവാൻ കഴിയില്ല. അവരുടെ ആത്മാവിന് മുമ്പിൽ ഇനി ജീവിച്ചിരിക്കുന്ന 1-2 പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം മൺമറഞ്ഞു പോയി. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. നമ്മൾക്ക് ഇന്ന് ഈ ചടങ്ങെന്ന് പറയുന്നത് ഒരു മഹോത്സവമാണ്. എന്തുകൊണ്ടും ആഹ്ലാദം നിറഞ്ഞു തുളുമ്പുന്ന ഈ വേദിയെ ഒരു സ്വാഗത പ്രാസംഗികനിൽ ഇവിടെ നിൽക്കുവാൻ കഴിഞ്ഞത് തന്നെ അത് ഒരു മഹാഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഈ കഴിഞ്ഞ FAP ഫെഡറേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ 2024 ഏറ്റവും നല്ല അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ്, അത് നമ്മൾ കരസ്ഥമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 25-ന് എറണാകുളം ഗോകുലം കൺവെൻഷൻ സെൻ്ററിൽ ഒരു മഹത്തായ ചടങ്ങിൽ ഒരു വലിയ ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആ അവാർഡുകൾ ഏറ്റുവാങ്ങിയത്. അതിനെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങൾ മാനേജ്മെൻറ്റും കൂടെ ഒപ്പമുണ്ടായിരുന്നു. ആ മഹത്തായ ആ സംരംഭം, ആ അവാർഡ് കേരളമൊട്ടാകെ അറിയണമെന്നൊരു വാശി സാംസ്കാരിക സമിതിയിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ആ കടപ്പാടുകൾ അറിയിക്കുന്നതിന് വേണ്ടിയും ലോക മൊത്തം അറിയിക്കുന്നതിന് വേണ്ടിയും ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അതിനാദ്യമായി ഞങ്ങൾ ക്ഷണിക്കാൻ പോയത് നമ്മളുടെ മഹാരഥന്മാരായ വെള്ളാപ്പള്ളി നടേശൻ അവർകളെയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയുമാണ്. അവരെ കേട്ടപാടി ഞങ്ങൾക്ക് ഡേറ്റുകൾ തരികയും ഇന്ന് കൃത്യസമയത്ത് തന്നെ ഇതിൽ സന്നിഹിതരാകുകയും ചെയ്തിരിക്കുന്നു. അതുതന്നെ നമുക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമായി ഞാനതിനെ കാണുകയാണ്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് ഏതാണ്ട് 28 വർഷത്തോളം കായംകുളം തിരുവനന്തപുരം SNDP യോഗത്തിൻ്റെ നേതൃസ്ഥാനത്ത് ഏതാണ്ട് 28 വർഷത്തോളമാകുന്നു. SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും അതിശക്തമായ രീതിയിൽ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം അമരക്കാനായി പ്രവർത്തിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ സാംസ്കാരിക സമിതിയുടെ പേരിൽ ആർദ്രമായി ഞാൻ സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഒരു സാമൂഹ്യ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ വഴികാട്ടിയും ഒരാവേശവുമായി മാറിക്കഴിഞ്ഞ സർവ്വ ആദരണീയായ യോഗം ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ 1903 SNDP യോഗം നിലനിന്നതിന് ശേഷം പല മഹാരഥന്മാരും SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. R. ശങ്കർ അടക്കം. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നെഞ്ചു നിവർത്തി പറയാനുള്ള ആർജവം R. ശങ്കർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനിൽ മറ്റൊരു നേതാവിനും ഞാൻ കണ്ടിട്ടില്ല. തനിക്ക് പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയും. അത് ശരിയാണോ തെറ്റാണോ അത് പിന്നീട്. തനിക്ക് പറയാൻ ആരോടും മുഖത്ത് നോക്കാതെ നെഞ്ചു പിരിച്ച് പറയാനുള്ള ആർജവത്തെ സാംസ്കാരിക സമിതി സെക്രട്ടറി എന്നതിൽ ഞാൻ ആദരിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിന് 1000 ഇനിയും വർഷങ്ങൾ തുടരുവാൻ അവസരമുണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ യൂണിയനുകളും ഏറ്റവും കൂടുതൽ ശാഖകളും ഉണ്ടായത്. ഏതാണ്ട് 10 ഇരട്ടി ശാഖകളും യൂണിയനുകളാണ് വർദ്ധിച്ചത്. 214 യൂണിയനുകളും 6000-ലധികം വരുന്ന ശാഖകളും ഒരു 3 ടയർ സംവിധാനമാണ് അന്നുണ്ടായിരുന്നത്.
പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അത് 4 ടയർ 5 ടയറായി, അതായത് യോഗം, SNDP യോഗം, SNDP യൂണിയൻ, SNDP ശാഖകൾ, അത് കഴിഞ്ഞ് യൂണിറ്റുകൾ, ഇപ്പോൾ മൈക്രോ ഫിനാൻസ് സംവിധാനങ്ങൾ, ഇതിൻ്റെ 5 ടയർ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എന്ത് പറയുന്നു അത് നോക്കിക്കാണുന്ന ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയെടുപ്പുള്ള പ്രവർത്തനങ്ങൾ അത് നിരീക്ഷിക്കുവാനാണ് ഇവിടെ ഓരോ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. നമ്മൾക്കറിയാം അദ്ദേഹം എവിടെ എത്തുന്നു അവിടെയെല്ലാം ഈ മാധ്യമക്കാർ ഓടിയെത്തുന്നത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ആർജവമുള്ള പെരുമാറ്റം, ആ തൻ്റെ ഇടത്തിലുള്ള ആ പറച്ചിലുകൾ, അതാണ് ഈഴവ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി ഇന്ന് നാം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആർജവങ്ങൾക്ക് മുമ്പിൽ ശിരസ വഹിച്ചുകൊണ്ട് സാംസ്കാരിക സമിതി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. എനിക്കൊരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഏതാണ്ട് 6000-ലധികം ശാഖകളും 214 യൂണിയനുകളും ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നിസ്സംശയം പറയാം ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അവർക്കല്ലാതെ മറ്റൊരാൾക്കും അതിനെ ഏകോപിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഞങ്ങളുടെ ഒരു 20 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് ഞങ്ങളുടെ സമിതിക്ക്. ചില സമയത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും പെടാപ്പാടുകളും ഞങ്ങൾ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ 6000 ശാഖകൾ 214 യൂണിയനുകളും അതിനെ ഏകോപിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ല. അത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അദ്ദേഹത്തിന് എല്ലാവിധ ഇനിയും വർഷങ്ങൾ തുടരുവാൻ ഈ ചുമതലയിൽ അദ്ദേഹം വഹിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഉയർച്ചയിലും താഴ്ചയിലും ദുഃഖത്തിലും സന്തോഷത്തിലും തോളോട് തോൾ ചേർന്ന് പ്രചോദനവും പ്രഭാപൂരിതമായ വഴികാട്ടിയും പരമേശ്വരൻ്റെ പാതിയായ ശിവപാർവതിയെപ്പോലെ എവിടെ പോയാലും ഒരു നിഴൽ പോലെ ഒരു നിറസാധ്യതമായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ പ്രീതി നടേശൻ അവർകളെയാണ് സാംസ്കാരിക സമിതിയുടെ പേരിൽ ഞാൻ രണ്ടാമത് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ ഏവരെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ജനത്തിൻ്റെയും ഈ 354 ദിവസങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ മുന്നിലിരിക്കുന്ന ഈ 2 സംസ്ഥാന അവാർഡുകളാണ്. ഞങ്ങളുടെ മാർഗനിർദ്ദേശമനുസരിച്ച് ഞങ്ങളിൽ ഗുരുദേവൻ ഏൽപ്പിച്ച നിയോഗപ്രകാരം ഞങ്ങളുടെ അധ്യാപകർക്ക്, ഞങ്ങളുടെ പ്രിൻസിപ്പൽമാർക്ക്, വൈസ് പ്രിൻസിപ്പൽമാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഈ പ്രചോദനം അവർ വിദ്യാർത്ഥികളിലേക്കും രക്ഷാകർത്താക്കളിലേക്കും പൊതുസമൂഹത്തിലേക്കും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രസരിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ അവാർഡുകൾ, ഈ സർട്ടിഫിക്കറ്റുകൾ. പൊതുസമൂഹം, സംസ്ഥാനത്തെ പൊതുസമൂഹം ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. FAP എന്ന് പറയുന്നത് ചെറിയൊരു സംഘടനയല്ല. ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ആൻഡ് അസോസിയേഷൻസ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മികച്ച സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പോലുമുണ്ട്. ആ തരത്തിലുള്ള ഒരു ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടന കേരള സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 10,000-ലധികം വരുന്ന CBSE സ്കൂളുകളെ വിലയിരുത്തിയപ്പോൾ അതിൻ്റെ മുൻനിരയിലേക്ക് വരാൻ ഗ്രാമീണ മേഖലയിലുള്ള ഈ സ്ഥാപനത്തിനു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലേറെ ആനന്ദലബ്ധിക്ക് എന്തു വകയാണുള്ളത്? പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, കയർ തൊഴിലാളികളുടെ മക്കൾ, മറ്റ് പണിയെടുക്കുന്ന അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ മക്കൾ, വിയർപ്പൊഴുക്കുന്ന ജനവിഭാഗത്തിൻ്റെ മക്കളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. വരേണ്യവർഗത്തിൻ്റെ പ്രതിനിധികളെന്ന് പറയാവുന്ന വളരെ ചുരുക്കം പേരേ ഉള്ളൂ. വിയർപ്പൊഴുക്കുന്നവൻ്റെ മക്കളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അവർ ഉത്തരോത്തരമായ മികച്ച ഒരു ഭാവി സ്വപ്നം കണ്ട് ഞങ്ങളിലും ഈ അധ്യാപകരിലും വിശ്വാസമർപ്പിച്ചുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നത്. ഞങ്ങളുടെ പുതിയ സമിതി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ സ്കൂളിൽ 3 ഡിവിഷനുകളാണ് കൂടിയത്. അത് ഞങ്ങളിലുള്ള വിശ്വാസമാണ്, ഈ അധ്യാപകരിലുള്ള വിശ്വാസമാണ്, അവരുടെ പ്രയത്നത്തിലുള്ള വിശ്വാസമാണ് എന്ന് പ്രത്യേകം പറയേണ്ട ഒരു കാര്യവുമില്ല.
സമഗ്രമായ പരിവർത്തനങ്ങൾ ഈ 354 ദിവസങ്ങൾ കൊണ്ട് നിശബ്ദമായി ഞങ്ങൾക്ക് വരുത്തുവാൻ കഴിഞ്ഞു. വലിയ ആരവാരങ്ങളില്ല, അലങ്കാരങ്ങളില്ല. നിശബ്ദമായി ഞങ്ങൾ ഒന്നടങ്കം ഈ അധ്യാപകരും ഞങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ സ്വർണ്ണത്തിളക്കമാണ് നിങ്ങളുടെ തൊട്ടുമുന്നിൽ സാക്ഷ്യപത്രങ്ങളായിരിക്കുന്നത്. എളിമയോടെ പറയട്ടെ, ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ അധ്യാപകരാണ്. ഈ 3 സ്ഥാപനങ്ങളിലെയും അധ്യാപക സുഹൃത്തുക്കൾ തന്നെയാണ് ഞങ്ങളുടെ ശക്തി. അവരുടെ ആർജവമാണ്, അവരുടെ വിജ്ഞാനധാരയാണ്, അവരുടെ അനുഭവ പരിചയമാണ് ഈ കുഞ്ഞുങ്ങളിലേക്ക് വിന്യസിക്കുന്നത്. ഈ മാറ്റങ്ങൾ വളരെ സജീവമായിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ദിവസം ഡിസംബർ 19, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങളുടെ ബഹുമാനിയായ പ്രിൻസിപ്പൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് തൊഴുത് വന്ന് കൃത്യമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ഇടും. ഇന്ന് ഗോവ വിമോചനത്തിൻ്റെ ദിവസമാണ് ഡിസംബർ 19. ആർക്കറിയാം? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറിയാം, ഞങ്ങളുടെ രക്ഷാകർത്താക്കൾക്കറിയാം. ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കമാൻഡോകളെ നയിച്ച ദിവസമാണ് ഡിസംബർ 19. എത്ര പേർക്കറിയാം? പൊതുസമൂഹത്തിൽ പലർക്കും അറിയാത്ത കാര്യങ്ങൾ പ്രധാന അധ്യാപിക കൃത്യമായി നോട്ട് ചെയ്ത് അതിൻ്റെ വിശദീകരണം അധ്യാപകർക്ക് കൊടുക്കും. ബ്രാഹ്മമുഹൂർത്തത്തിൽ 5 മണിക്ക് കുളിച്ച് പഠിക്കാൻ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഈ വാർത്ത കാണുന്നു, ഈ മെസ്സേജ് കാണുന്നു, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. ഇന്ന് ബ്രിട്ടനും ചൈനയും തമ്മിൽ 1964 ഒപ്പിട്ട ഒരു ഉടമ്പടിയുടെ ദിവസമാണിത്. ഹോങ്കോങ് ഉടമ്പടിയുടെ ദിവസമാണ് ഡിസംബർ 19. ആ തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിജ്ഞാനത്തിൻ്റെതായ ധരണിയിലേക്ക് ഞങ്ങൾ IAS അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്. വെറുതെ അല്ല, ഈ പൊതുവിജ്ഞാനം ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ പകർന്നു കൊടുക്കുകയാണ്. ഈ പ്രധാനാധ്യാപിക കൊടുക്കുന്ന ഈ സന്ദേശങ്ങൾ ഞങ്ങളുടെ കരുത്തുറ്റ അധ്യാപകരായിട്ടുള്ള സുഹൃത്തുക്കൾ അവരവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ അവരുടെ മറ്റു ഗ്രൂപ്പുകളിലേക്ക് ഈ മെസ്സേജ് പോകുന്നു. ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം, ഈ ലോകത്ത്, നമ്മുടെ ലോകത്ത് ഈ ദിവസം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള സമഗ്രമായൊരു വിവരണമാണത്. അത് വരാൻ പോകുന്ന മത്സര പരീക്ഷകളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയോടെ പരീക്ഷ എഴുതാൻ കഴിയും. ഞങ്ങൾ മത്സരിക്കുന്നത് സമീപത്തെ സ്കൂളുകളോടല്ല, ഞങ്ങൾ മത്സരിക്കുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ സ്കൂളുകളോടാണ്. ഡെൻമാർക്ക്, സ്വീഡൻ തുടങ്ങി അന്താരാഷ്ട്ര നിലവാരത്തിൽ വളരെ ശ്രദ്ധയോടെ കരുത്തോടെ പ്രവർത്തിക്കുന്ന ആ രാജ്യങ്ങളിലെ സ്കൂളുകളുമായിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ഒരു സ്കൂളുമായിട്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല. ഓരോ ദിവസവും നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ട്. അതാത് ക്ലാസ്സുകളിൽ രാവിലെ പത്രങ്ങളുടെ എഡിറ്റോറിയൽ വായിക്കാറുണ്ട്. എഡിറ്റോറിയലെല്ലാം വായിക്കാറുണ്ട് ഈ കുഞ്ഞുങ്ങൾ. ആദ്യത്തെ 10 മിനിറ്റ് എഡിറ്റോറിയൽ വായനയാണ്. ഇക്കിളിക്കൊള്ളിക്കുന്ന വാർത്തകളല്ല, രാഷ്ട്രീയ വാർത്തകളല്ല ഈ കുഞ്ഞുങ്ങൾ വായിക്കുന്നത്, എഡിറ്റോറിയലുകളാണ്. ഈ എഡിറ്റോറിയൽ വായിക്കുന്നതിലൂടെ രാജ്യസ്നേഹം, അന്താരാഷ്ട്ര ബോധധാര അവരുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു വിദ്യാഭ്യാസമാണ്, അനൗപചാരികമായ വിദ്യാഭ്യാസമാണ്. അതറിയാതെ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ വിജ്ഞാന തരംഗമുണ്ട്. അതിനെക്കുറിച്ച് അറിയാവുന്നത് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ വിചക്ഷണ മാത്രമാണ്. അത് ഞങ്ങൾ കോപ്പി ചെയ്തെന്ന് പറയാം, ശരിയാ, കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കോപ്പി ചെയ്യുന്നതിലൂടെ ആ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഞങ്ങളുടെ കുരുന്നുകളെ ഞങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ഈ സ്കൂളിൻ്റെ ക്യാമ്പസിലേക്ക് കിടക്കുമ്പോൾ മാസങ്ങൾക്ക് മുമ്പ് ഊഷരമായ ഒരു പറമ്പായിരുന്നു ഇതിൻ്റെ തിരുമുറ്റം. ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാത്ത ഒരു പറമ്പ്. കെട്ടിടങ്ങളുണ്ട്, കോൺക്രീറ്റ് കെട്ടിടങ്ങളുണ്ട്, അല്ലാതെ ഒരു കാക്കക്കാലിൻ്റെ തണൽ പോലുമില്ലാത്ത ഇതിൻ്റെ തിരുമുറ്റം. ഇന്ന് നോക്കണം, ലോകത്തെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലുള്ള 100ഓളം ഫലവൃക്ഷങ്ങൾ കായ്ച്ച് പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ്.
ഇതിൻ്റെ കായ്ഫലങ്ങളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തിന്നുന്നത്. അല്ലാതെ ഏത്തക്കായും മാങ്ങയും ചക്കയും മാത്രമല്ല, അവക്കാഡോ കഴിക്കാറുണ്ട്. അവക്കാഡോ എന്ന് പറഞ്ഞാൽ പലർക്കും ഇന്ന് പേര് പോലും അറിയത്തില്ല. ബ്രെഡ് ഫ്രൂട്ട് കഴിക്കാറുണ്ട്, മിൽക്ക് ഫ്രൂട്ട് കഴിക്കാറുണ്ട്, ബറാബ കഴിക്കാറുണ്ട്. ആരാ? ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ. അവർക്കിതൊക്കെ അവരുടെ കയ്യെത്തും ദൂരത്ത് ഞങ്ങൾ സാധ്യമാക്കി കൊടുത്തു. ഞങ്ങളും ഞങ്ങളുടെ അധ്യാപകരും ഞങ്ങളുടെ പ്രധാന അധ്യാപകരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ രക്ഷാകർത്താക്കളും ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ വിദ്യാഭ്യാസ വിപ്ലവത്തിലേക്ക് ഞങ്ങൾ പതുക്കെ പതുക്കെ നീങ്ങി തുടങ്ങുകയാണ്. ഇങ്ങോട്ട് വന്ന് കയറി കഴിയുമ്പോൾ വലത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സുന്ദരമായ ഒരു സഹ്യസാനുവിൻ്റെ ചെറു ശില്പം കാണാം. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. മലയുണ്ട്, അതിൽ സസ്യജാലങ്ങളുണ്ട്, അതിൽ വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ജലാശയത്തിൽ മീനുകൾ നീന്തുന്നത് കാണാം. ഒപ്പം ആമ്പലുകൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാം, മറ്റ് ജലസസ്യങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാം. ഇതൊരു അനൗപചാരികമായ വിദ്യാഭ്യാസമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഇത് ഒരു ഹാപ്പിനെസ് സ്കൂളായി മാറ്റുക എന്നുള്ളതാണ്. വിദ്യ പകർന്നു കൊടുക്കുക മാത്രമല്ല, അറിവ് പകർന്നു കൊടുക്കുക മാത്രമല്ല, പൊതുവിജ്ഞാനം വിന്യസിക്കുക മാത്രമല്ല, കുഞ്ഞുങ്ങളിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആരും ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളല്ലാതെ കുഞ്ഞുങ്ങളിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ആരും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കുരുന്നുകൾ സംതൃപ്തരാണ്, അവരുടെ മനസ്സുകൾ നിറഞ്ഞ് തുളുമ്പുകയാണ്. എല്ലാ ആഴ്ചയിലും ഈ 3 സ്കൂളുകളിലും പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. മാധ്യമങ്ങളിൽ, എല്ലാ മാധ്യമങ്ങളിലും അതിൻ്റെ വാർത്തകൾ വരാറുണ്ട്. ഒരുപാട് അന്വേഷണങ്ങൾ ആഗോളതലത്തിൽ ഞങ്ങൾക്ക് വരാറുണ്ട്. സജീവമാണ് ക്യാമ്പസുകളെല്ലാം. ഈ 3 ക്യാമ്പസും അതുപോലെ സിവിൽ സർവീസ് അക്കാഡമിയും സജീവമാണ്. പൊതുവിദ്യാഭ്യാസ ഭൂപടത്തിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി ഇപ്പോൾ ഈ 354 ദിവസം കൊണ്ട് കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇനി അടുത്തായിട്ട് വരുന്നൊരു ഡിജിറ്റൽ 3G ഡിജിറ്റൽ തിയേറ്റർ വരികയാണ്. ഡിജിറ്റൽ തിയേറ്റർ വരാൻ പോകുന്നു. ഒരു ശ്രീനാരായണ ഭക്തനായ ഒരാൾ ആ ലാബ് നമുക്ക് തിയേറ്റർ നമുക്ക് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞു. 30 ലക്ഷം രൂപ വരുന്ന ആ തിയേറ്റർ. ഇനി നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് തിയേറ്ററിൽ ഇരുന്നാണ്. 3D തിയേറ്ററിൽ AC-യിലിരുന്ന് പാഠഭാഗങ്ങൾ അവർ പഠിക്കും. അധ്യാപകർ കൂടുതൽ അലറേണ്ട കാര്യമില്ല. എന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഓക്സിജനും ഹൈഡ്രജനും എങ്ങനെയാണ് സമന്വയിക്കുന്നത് എന്ന് അവർ തിരശ്ശീലയിൽ നോക്കി നേരിട്ട് കാണും. ആ ഓർമ്മ ഒരിക്കലും പോകത്തില്ല. പരീക്ഷ എഴുതാൻ ചെന്നിരിക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായി ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് വരും. അതുമാത്രമല്ല, ഞങ്ങളിനി അടുത്തവരായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു സ്പോർട്സ് അക്കാഡമിയാണ്. സിവിൽ സർവീസ് അക്കാഡമി കഴിഞ്ഞിട്ട് സ്പോർട്സ് അക്കാഡമിയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ കമ്മിറ്റി. ഏത് സ്പോർട്സ് ഐറ്റം അല്ലെങ്കിൽ ഏത് ഗെയിം ഐറ്റം ചോദിച്ച് ഇവിടെ അഡ്മിഷന് വന്നാലും കൃത്യമായിട്ട് അത് കൊടുക്കാൻ ഞങ്ങൾ സജ്ജീകരണം ഒരുക്കും, പശ്ചാത്തലം ഞങ്ങൾ ഒരുക്കും. ആ ഒരു വളർച്ചയിലേക്ക് അടുത്ത 5ാമത്തെ പടവിലേക്ക് പോവുകയാണ്. കലാപരമായ പരിപോഷണത്തിന് വേണ്ടി മറ്റൊരു അക്കാഡമി അതും ഞങ്ങളുടെ ചിന്തയിലുണ്ട്, നമ്മുടെ സജീവമായ ആലോചനയിലുണ്ട്. ആ തരത്തിലുള്ളൊരു കാര്യം കൂടി സാധ്യതപ്രായമായി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം, അവരുടെ രക്ഷാകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം ഭാവിയെക്കുറിച്ച് ഒരാശങ്ക വേണ്ട. സിവിൽ സർവീസ് മുതൽ താഴോട്ടുള്ള ഏത് മത്സര പരീക്ഷകളിലും അനായാസം വിജയിക്കുവാൻ ഇവിടുത്തെ സാധാരണ വിയർപ്പൊഴുക്കുന്ന തൊഴിലാളിയുടെ മക്കൾക്ക് കഴിയും എന്നുള്ള ഒരു ഉറപ്പാണ് ഞങ്ങളുടെ ഈ കമ്മിറ്റി തരുന്നത്. അത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ്. ഞാനുൾപ്പെടെയുള്ള ഈ സമിതിയുടെ അമരക്കാരായിട്ടുള്ള പലരും ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ നൂലേ കെട്ടി ഇറക്കിയവരല്ല. സാറും അതുപോലെ തന്നെ കായൽരായപ്പ സാറും മറ്റുള്ള ആൾക്കാർക്കും അറിയാം. ഞങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു, കായംകുളത്ത് തന്നെ ഉണ്ടായിരുന്നു വർഷങ്ങളോളം. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കായംകുളത്തെ പൊതുസമൂഹം വിലയിരുത്തിയതാണ്. ഞങ്ങളെ അന്യരല്ല എന്ന് കരുതി ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ എന്തൊക്കെയോ അഭിമാനം
പറയുകയല്ല. ആ നേട്ടങ്ങളുടെ ഒരു പ്രതിഫലനം മനസ്സുകളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഈ ഭാരം ഏൽപ്പിച്ചത്. അപ്പോൾ ആ തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു സമ്മതി നേടിയെടുക്കുമ്പോൾ കായംകുളത്തെ ചിലർക്ക് മാത്രം അത് അത്ര പിടിക്കുന്നില്ല. കായംകുളത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും ചില സാമുദായിക സംഘടനകൾക്കും ഞങ്ങളുടെ പ്രവർത്തനം പിടിക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ഞങ്ങൾ ചെയ്യുന്നത് ഈ പൊതുസമൂഹത്തിനറിയാം. ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് കരുതി പലരെയും ഇവിടെ വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്തുണ കൊടുത്ത് എല്ലാ വാഗ്ദാനങ്ങളും കൊടുത്ത് പലരെയും കൊണ്ടുവരിക. വരുന്നവരാരാ? അമാവാസിയിൽ ഓടിളക്കി കയറി ശീലമുള്ളവരാണ്. മുൻപത്തെ വാതിൽ തുറന്നു കിടന്നാലും ഓടിളക്കിയേ ചിലർ കയറാറുള്ളത് പറയാറുള്ളത്. അത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ ശക്തികളെ ചിലർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണമാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നിരവധി SM കോളേജുകൾ, മറ്റുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, സ്ഥാപനങ്ങൾ, ഇതൊക്കെ നയിച്ചും നിയന്ത്രിച്ചും പരിചയമുള്ള ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി വിദ്യാഭ്യാസ രംഗത്ത് അതികായനാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷണങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം ഞങ്ങളോട് പറയാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഞങ്ങൾ മാറ്റും. ബഹുമാന്യനായ അങ്ങയുടെ എല്ലാ വാക്കുകൾക്കും ഞങ്ങൾ സർവാത്മന ചെവി തരികയും മനസ്സ് തരികയും ചെയ്യും. അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കും എന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അത് പൂർണ്ണമായിട്ട് പാലിക്കാൻ ഞാനും ഞങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളും സർവാത്മന ബാധ്യസ്ഥരും. ഞങ്ങൾ അതിനകത്ത് സർവാത്മന തന്നെ വിധേയരുമാണ്. ആ നിർദ്ദേശങ്ങൾക്ക് വിധേയമായിട്ടേ ഞങ്ങൾ പ്രവർത്തിക്കാറുള്ളൂ. ഞങ്ങളുടേതായിട്ടുള്ള ഒരു തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവരല്ല. അധ്യാപകരുടെയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു സംഘടനയാണ്. ഞങ്ങൾ വഴിവിട്ട പോക്കൊന്നും പോകാറില്ല. വിദ്യാഭ്യാസത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സജീവമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും നിയന്ത്രിക്കണമെന്നും വളരെ വിനീതമായി അങ്ങയുടെ ധർമ്മപത്നിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇപ്പോൾ തന്നെ കുറേ സമയം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഇവിടെ വന്ന എല്ലാവരെയും സർവാത്മന സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥിനികൾ, മാതാപിതാക്കൾ, ഇവരെല്ലാവരും കൂടി എങ്കിൽ മാത്രമേ ഈ നേട്ടം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ നയമാണ് ഈ സ്കൂളിൽ നടപ്പാക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞുകൊണ്ട്, ശ്രീനാരായണ സാംസ്കാരിക സമിതി എന്ന് പറഞ്ഞുകൊണ്ട് 40 വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് സാംസ്കാരികമായിട്ട് ഉയരാനായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അവർ നടത്തിയിരുന്നെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ് അത് SNDP യോഗവും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള ആ മഹാസന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്കൂളുകളെല്ലാം അവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോഴത് നടത്തിക്കൊണ്ട് പോകുന്ന രീതിയിൽ ഇന്ന് വന്നു പെട്ടിട്ടുള്ള അപജയം അവർ ഇവിടെ പറഞ്ഞു. എല്ലാവരും കൂടെ ഒത്തുകൂടിയെങ്കിൽ മാത്രമേ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നിരിക്കുന്ന ഭരണസമിതിക്ക് ഉണ്ടാകുന്ന വിഷമതകളെയൊക്കെ പറ്റി പറഞ്ഞു. എനിക്കവരോട് പറയാനുള്ളത്, ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സമുദായം കടപ്പുറത്തെ മണൽ പോലാണ്, പിടിക്കുമ്പോൾ ഒന്നിച്ച് നിൽക്കും, ഒന്ന് വിട്ട് കഴിഞ്ഞാൽ അത് താഴെ വീഴും. SNDP യോഗ പ്രവർത്തനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്ത ഒരു വ്യക്തി ഞാൻ തന്നെയാണ്. എന്നെ ഇങ്ങനെ സ്റ്റേജിലിരുത്തിക്കൊണ്ട് നിങ്ങൾ മുക്തകണ്ഠം പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ നാണക്കേട് വരും. ഞാനല്ല ഇതിൻ്റെ ഒന്നും സൂത്രധാരക. വെള്ളാപ്പള്ളി നടേശൻ്റെ സ്വന്തമായി വെട്ടിത്തെളിച്ച ഒരു വഴിയിൽ കൂടെ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ
സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് കണിച്ചുകുളങ്ങര ദേവസ്വത്തിൻ്റെ ഭരണസമിതിയിലൊക്കെ ഇരുന്ന് എല്ലാം പഠിച്ചുകൊണ്ട് തന്നെയാണ് SNDP യോഗത്തിലേക്ക് വരുന്നത്. എങ്ങനെ ഒരു സമൂഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സാമദാന ഭേദദണ്ണം എല്ലാം പ്രയോഗിച്ചെങ്കിലേ നമ്മുടെ സമുദായത്തിലെ അംഗങ്ങളെ ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. SNDP യോഗത്തിൻ്റെ ഓരോ യൂണിയനിലുള്ള ആളുകളെ ശാസിക്കുന്നതോടൊപ്പം തന്നെ അവരെ സ്നേഹിച്ച് പിടിക്കാനും വെള്ളാപ്പള്ളിക്ക് അറിയാം. ഞാൻ വെള്ളാപ്പള്ളിയെ പുകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. എൻ്റെ സഹോദരന്മാരായ ഈ സാംസ്കാര സമിതിയിലെ അംഗങ്ങൾ വന്ന് അവരുടെ വേദന അവിടെ പറയുമ്പോൾ എനിക്ക് കേട്ട് കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു സ്ഥാപനം കൊണ്ടുപോകുന്ന അവർക്കിങ്ങനെ വേദന കൊടുത്താൽ ഓരോന്നും ചിന്തിച്ച് നല്ലത് പ്രവർത്തിക്കാനുള്ള അവസരം അവർക്ക് നിങ്ങൾ നൽകുക. പോരെങ്കിൽ ഒരു പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ് അധ്യക്ഷൻ. അദ്ദേഹമാണ് ഈ സ്കൂളിൻ്റെ എല്ലാ മേൽനോട്ടവും നടത്തുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പുതിയ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥിനികളെ അങ്ങനെ കൈപിടിച്ചുയർത്താനായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്തതുകൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകരും അതിൻ്റെ കൂട്ടത്തിൽ കൂടി വിദ്യാഭ്യാസ ഇതിൽ ഓരോ പരിഷ്കാരം നടത്തുമ്പോൾ അതിന് മാതാപിതാക്കൾ, രക്ഷകർത്താക്കൾ, പിന്നെ PTA എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ നിന്നുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായവും ഇനിയും നൽകിയാൽ മുന്നോട്ട് വരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധിക്കും. ഇവരിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ടീച്ചർ കൊടുക്കുന്ന വെളുപ്പിനെ കൊടുക്കുന്ന ആ ഓരോ അറിവുകളും അത് IAS കോച്ചിങ്ങിന് ഒരു സാറ് വന്നു കഴിയുമ്പോൾ അവർക്ക് നമുക്ക് എല്ലാ രീതിയിലും അവരെ ഉയർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിലാണ്. ഇപ്പം നമ്മുടെ SNDP യോഗത്തിലും SN ട്രസ്റ്റിലുമുള്ള കുട്ടികൾ 12th കഴിയുമ്പോഴാണ് പറയുന്നത്, ചേച്ചി അല്ലേ അമ്മേ ഞങ്ങൾക്ക് IASന് പഠിക്കണം, എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. ഞാൻ പറഞ്ഞ് ഇത് ഒരു 6th 5th സ്റ്റാൻഡേർഡ് തൊട്ട് അല്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ നിങ്ങൾ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ ഭാവിയിൽ ആരാകണമെന്നൊരു ചിന്ത നിനക്ക് വേണം. ആ രീതിയിൽ പഠിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. സ്വപ്നം കാണണമെന്ന് നമ്മുടെ പഴയ രാഷ്ട്രപതി പറഞ്ഞിരുന്നുവെങ്കിലും ഉണർന്നിരുന്ന് സ്വപ്നം കാണണം. നമ്മൾ എവിടെ എത്തണമെന്നുള്ള അതിന് ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, മാതാപിതാ ഗുരു ദൈവം ഇതിന്നില്ല. ഈ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഗുരുക്കന്മാരുടെയും ശിക്ഷണത്തിൽ നിങ്ങൾ വളർന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊക്കെ വളർന്ന കാലത്ത് അങ്ങനെയാണ്. എല്ലാ ശിക്ഷണങ്ങളും കൂടെ വളർന്നു വന്നതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗുണങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നത്. അപ്പം നമ്മുടെ ഭാവിയിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയരണമെങ്കിലും സാമൂഹ്യപരമായിട്ട് ഉയരണമെങ്കിലും ഏത് രീതിയിൽ ഉയരണമെന്നുണ്ടെങ്കിലും ഈ മാതാപിതാ ഗുരു ദൈവം ഇവരോടുകൂടി ഒന്നിച്ച് നിന്നെങ്കിലേ സാധിക്കത്തുള്ളൂ. അന്നേരം ആധ്യാത്മികമായ ഒരടിത്തറയിൽ നിന്നുകൊണ്ട് ഭൗതികമായിട്ട് നമുക്ക് വളരാൻ നമ്മൾ പരിശ്രമിക്കണം. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കണം. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടു, ഇവിടെ ദൈവദേശകം ചൊല്ലി പിന്നെ ദീപം തെളിയിക്കുന്നുടനെ ഭാവബന്ധമെടു സത്യരൂപനാം എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന നമ്മൾ ചൊല്ലി. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഉയരാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എന്നോട് പറയുകയാണ്, ക്ലാസ് നടത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പറഞ്ഞു, ആ പ്രാർത്ഥിക്കുമ്പം മനസ്സ് കലുഷിതമായിട്ടിരുന്ന മനസ്സിനെ നമുക്ക് ശാന്തമാക്കാൻ സാധിക്കും. ശാന്തമായിട്ടിരിക്കുന്ന മനസ്സിനെ എന്തെങ്കിലും നമുക്ക് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, മോന് ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഒരു 9 പ്രാവശ്യം ഓം 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 എന്ന് മാത്രം, ഓം നമശിവായ എന്ന് പോലും പറയണ്ട, ഓം എന്ന് മാത്രം ചൊല്ലിയിട്ട് അങ്ങനെ മോനൊന്ന് പഠിക്കാനിരുന്നേ. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ആ മോൻ എന്നോട് പറയുക, ആണ് ശരിയാണ്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു പഠിക്കാൻ പോയിരിക്കുമ്പോൾ, ഇപ്പോൾ എനിക്കൊരു ടെൻഷനില്ല, ഭയങ്കര കൂളായിട്ട് എനിക്കിരുന്ന് പഠിക്കാൻ സാധിക്കുന്നു. ഇത് നമുക്ക് അറിവില്ലാത്തൊരു കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലാക്കി. നമ്മളെല്ലാവരും നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണമെന്നാണ് അധ്യാപകർക്കും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും ആവശ്യവതാണ്. അപ്പോൾ ഇനി ഭാവി തലമുറ, ഈ രാജ്യം
എങ്ങനെ കൊണ്ടുപോകണം, ഈ നമ്മുടെ നാടെങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കൂലങ്കഷമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിനെ പിടിച്ചുയർത്താൻ എന്ത് ചെയ്യാം, അതൊക്കെ സ്കൂളുകളിൽ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് എന്താണ് തെറ്റ് പറ്റിയിരിക്കുന്നത്, എവിടെയാണെന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഭാവി തലമുറയ്ക്ക് അതിനുള്ള എല്ലാ ശക്തികളും ശ്രീനാരായണ ഗുരു തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തിന് ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തുമാകട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സ്വാഗത പ്രാസംഗികൻ, അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പലരും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതെല്ലാം കൂടാതെ നിങ്ങൾക്ക് ഇന്നൊരു അനുമോദന മഹാസമ്മേളനമാണ്. എന്തിന്? ഈ സ്ഥാപനത്തിന് മഹത്തായ ചില അംഗീകാരം കിട്ടി. അഖിലേന്ത്യാ ലെവൽ അപൂർവത്തിൽ അപൂർവമായി ലഭിച്ച ഒരു അംഗീകാരം. ഈ അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി പ്രയത്നിച്ച അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, മാനേജ്മെൻറ്റുണ്ട്, അതിന് സഹകരിച്ച വിദ്യാർത്ഥികളുണ്ട്. ഇവർക്കെല്ലാം എൻ്റെ അഭിനന്ദനത്തിൻ്റെ 100,000 പൂച്ചെണ്ടുകൾ ഞാൻ ആദ്യമായി അർപ്പിച്ചുകൊള്ളട്ടെ. ഇതുപോലുള്ള കൂടുതൽ കർമ്മങ്ങൾ ചെയ്ത് ഈ സ്ഥാപനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഉയരാൻ, അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ അറിവിൻ്റെ ഒരു പ്രകാശഗോപുരമായി ഇത് വളരുവാനും സാധിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഒരു വാക്ക്, തമ്മിൽ തല്ലരുത്. അഴിയുവൻ്റെ സകല സ്വഭാവവും ഇവിടെയുണ്ട്, എവിടെയുണ്ട്. ഒന്നിനെ ഒന്ന് കണ്ടുകൂടാ. ഞണ്ടിൻ്റെ സ്വഭാവം കയറുന്നവനെ പിടിച്ച് താഴത്തിടുക. നല്ല ഉദ്ദേശത്തിൽ പൂർവികൻ സ്ഥാപിച്ചതാണത്. ആ സ്ഥാപിച്ചവർ സമുദായത്തിലുള്ളവർക്ക് മാത്രമല്ല, ഈ പ്രദേശത്തുള്ളവർക്കെല്ലാവർക്കും ഗുണം ചെയ്യണമെന്ന് നല്ല ഉദ്ദേശത്തിൽ തുടങ്ങുക. ഈ പ്രസ്ഥാനം ഇന്ന് വളർന്ന് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പും ആയി പരസ്പരം തല്ല് നശിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് പോകരുത്. ഭരിക്കുവനാരായാലും ഭരിക്കാൻ തിരഞ്ഞെടുത്തവനാരായാലും അവർക്ക് ഭരിക്കാൻ അവസരം കൊടുക്കുക. അടുത്ത തിരഞ്ഞെടുത്ത് വരുമ്പോൾ നമ്മൾ എതിരായി പാലിൽ വെച്ച് ജയിക്കാനൊത്തെങ്കിൽ അവർ ജയിച്ച് അവർ ഭരിക്കുക. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ആരോ അവർ ഭരണത്തിൽ വരും, അവർ ഭരിക്കും. അത് കാണാനും അത് അംഗീകരിക്കാനും ഉള്ള വലിയ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. പലപ്പോഴും ഇവിടെ അതില്ലാതെ പോകുന്നു. പലപ്പോഴും നിരപരാധികളാ അധ്യാപകരും കുട്ടികളും നോക്കി നിൽക്കെ ഇവിടെ കടന്നാക്ക് കയറി ആക്രമണങ്ങളും അങ്ങനെ തമ്മിൽ തല്ലും എന്ന് പറഞ്ഞാൽ ഒരു കലാലയം എന്ന് പറഞ്ഞാൽ കലഹ ആലയം ആകരുത്. ഇതൊരു വിശുദ്ധിയുടെ അറിവിൻ്റെ കലാലയം, അറിവ്. ആ അറിവ് പകരുന്ന പ്രദേശത്ത് ശാന്തവും സുന്ദരവും മനോഹരവുമായ ഒരു അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അധ്യാപകർക്കുണ്ടാകണം, വിദ്യാർത്ഥികൾക്കുണ്ടാകണം. അപ്പോൾ അതിനുള്ള അന്തരീക്ഷം ഇതിൻ്റെ ഭരണാധികാരികൾ തമ്മിലുള്ള ഗ്രൂപ്പ് വസതിയിലൂടെ ഇല്ലാതെ പോയാൽ ഈ സ്ഥാപനം തന്നെ നാശോന്മുഖത്തേക്ക് പോകും. ഇവിടെ ഇല്ലെങ്കിലും വേറെയും പോയി പഠിക്കാനുള്ള ഒരുപാട് CBSE സ്കൂളുകൾ ഇന്നുണ്ട്. പണ്ടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് നോക്കണം, ഒന്നായാലേ നന്നാകൂ. നന്നാകണമെങ്കിൽ ഒന്നാകണം. ആ ഒരു മുദ്രാവാക്യം സ്വീകരിച്ച് ഇന്ന് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല സമുദായങ്ങളുമുണ്ട്. നിങ്ങൾ നോക്ക്, മുനമ്പം ഒരു പ്രശ്നമുണ്ടായി. അവിടെ വർഷങ്ങളായി താമസിക്കുന്ന കുറേ വീട്ടുകാരുണ്ട്. അതിൻ്റെ അവകാശവാദവുമായി മറ്റൊരു വിഭാഗം വന്നപ്പോൾ ഇവിടുത്തെ കേരള ഗവൺമെൻറ് അസംബ്ലി വരെ ഏക കണ്ടേനെ ഒരു വിഭാഗത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രമേയം വരെ പാസ്സാക്കി. ആ പാസ്സാക്കിയ ആളുകൾ തന്നെ പിന്നെ എവിടെ പോയി? അതിനെതിരെ ജനശക്തി ഉയർന്നു, ആ സമുദായം ഉണർന്നു. കത്തോലിക്ക സമുദായം മാത്രമല്ല, കത്തോലിക്ക സമുദായത്തിലെ അവരുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ക്രിസ്ത്യൻ സമൂഹം ഒന്നായി ഉണർന്ന് വന്നപ്പോൾ അവർ എവിടെ എത്തി? കേരള രാഷ്ട്രീയത്തിൽ
അസംബ്ലിയിൽ കക്ഷിഭേദമന്യേ ഇടതും വലതും എല്ലാം ഒന്നിച്ചെടുത്ത തീരുമാനങ്ങൾ വരെ തിരുത്തേണ്ടതാണ് എന്ന് ചെന്ന് പറയുവാനും ചിന്തിക്കുവാനുള്ള അവസ്ഥ ഉണ്ടായി എങ്കിൽ അതിൻ്റെ കാരണം ആ സഭയുടെ കൂട്ടായ്മയാണ്. ആ സഭയുടെ കൂട്ടായ്മ വന്നപ്പോൾ ഇന്ന് പലരും സഭാ മേലധ്യക്ഷന്മാരുടെ വീടുകളിൽ വരെ ഇതുവരെ അവരുടെ വീട് വിട്ട് ഇറങ്ങാറില്ല. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ചെന്ന് ആശീർവാദങ്ങളും അനുവാദവും വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ പോലും ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി പള്ളിമേടയിൽ ചെന്ന് ബിഷപ്പിനെ കണ്ട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീർക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അതാണ് ഒന്നായതിൻ്റെ ഗുണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാകുന്നില്ല, അതുകൊണ്ട് നന്നാകുന്നുമില്ല. ഞാൻ എത്രയോ കേസിലെ പ്രതിയാക്കാണ് എന്നെ SNDP യോഗത്തിൽ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ജനകീയ കോടതി വരുന്നില്ല, സുപ്രീം കോടതി തൊട്ട് കേസാണ്. കേസ് കൊടുത്തിട്ട് നമ്മുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ അന്ത്യം എന്താണ്? അവരോ നന്നാകുന്നില്ല, വിളക്കെ നശിക്കുന്നു, നീ ബാക്കിയുള്ളവരെ നശിപ്പിക്കുന്നു. അവരും നന്നാകുന്നില്ല, സമുദായം നന്നാകും. നിങ്ങളൊന്നാലോചിച്ച് വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞാൽ തന്നെ ഈഴവ സമുദായത്തിന് കേരളത്തിൽ 14 ജില്ലയിൽ 7 ജില്ലയിലും ഒറ്റ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം 7-8 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. മഹാനായ ആർ ശങ്കർ അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കണക്ക് പറഞ്ഞുകൊണ്ട് സമുദായത്തിന് അർഹതപ്പെട്ട കോളേജുകൾ അനുവദിച്ചു തരികയും മറ്റുള്ള സമുദായത്തിന് അവകാശപ്പെട്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തുവെങ്കിൽ അദ്ദേഹം മൺമറഞ്ഞിട്ട് ഏതാണ്ട് 60 കൊല്ലത്തോളവും അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 60 കൊല്ലവും 50 കൊല്ലവും മറ്റായെന്ന് തോന്നുന്നു അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്. എന്തുവാട്ടെ, അതിനുശേഷം ഇത്രയും കൊല്ലത്തെ ഈ രാജ്യത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഭരിച്ചു. ഈ സമുദായത്തിന് എന്ത് വിദ്യാഭ്യാസ മേഖല ഉയരാൻ സാധിച്ചു? ചെറിയ ഉദാഹരണം തന്നെ ഞാൻ പറയാം. ആരെയും ചെറുതാക്കാനും വലുതാക്കാനുമല്ല. നങ്ങിയാറുകളങ്ങനെ കോളേജും TKM കോളേജും ഒരൊറ്റ ഉത്തരവും പ്രകാരം ഗവൺമെൻറ് തന്നതാണ്. ഒരു ചണ്ട് സമുദായത്തിൽ നങ്ങിയാറുകുളം കോളേജിൽ എത്ര കോഴ്സുണ്ട്? TKM കോളേജിൽ എത്ര കോഴ്സുണ്ട്? MSM കോളേജ്. ആ MSM കോളേജിൽ നമുക്ക് ഉള്ള നങ്ങിയാറുകുളമുള്ള സമുദായത്തിൻ്റെ കോളേജിലുള്ളതിനേക്കാൾ ഏതാണ്ട് 200 ഇരട്ടിയോളം കോഴ്സുകൾ ആ കോളേജിൽ നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചു, മേടിക്കാൻ അവർക്ക് സാധിച്ചു. കാരണം കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകളെ സ്വാധീനിക്കാനും മേടിക്കാനും അതിന് ബാർഗെയിൻ ചെയ്യാനും ആ സമുദായത്തിന് സാധിച്ചു. അതാണ് ശക്തിയുള്ളവരെല്ലാം ഉള്ളവർ, ശക്തിഹീനർ സർവഹീനർ. ശക്തരാകാൻ നാം സംഘടിക്കണം. സംഘടിക്കാത്തവനൊന്നുമില്ല. സംഘടിക്കാത്തവന് ഒരിക്കലും ഒന്നും ആരും തരാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ എല്ലാം അധികാരത്തിൻ്റെ സോപാനങ്ങളിൽ എത്തുമ്പോൾ നമ്മളെല്ലാം മതേതരത്വം പറഞ്ഞ് നമ്മളെല്ലാം മാറുകയും മറ്റുള്ളവർ മതം പറഞ്ഞ് അകത്ത് നിന്നുകൊണ്ട് അധികാരങ്ങളെല്ലാം നേടി മതം പറയുന്നവരെവിടെ എത്തി, മതേതരം പറയുന്നത് നമ്മളെവിടെ കിടക്കുന്നു എന്ന് വർത്തമാനകാലത്തെ ആയാലും മുൻപാണെങ്കിലുമുള്ള ആ രാഷ്ട്രീയത്തിൽ ചരിത്രങ്ങളും അധികാര രാഷ്ട്രീയത്തിൽ ഉള്ള പ്രാതിനിധ്യങ്ങളും പരിശോധിച്ചാൽ ജാതി പറയുന്നവർക്കെല്ലാം ഇന്ന് രാഷ്ട്രീയത്തിൽ ഏറെ സംഘടിത മതശക്തികളായി നിന്നുകൊണ്ട് രാഷ്ട്രീയാധികാരം ഹൈജാക്ക് ചെയ്തപ്പോൾ മതേതരത്വം പറഞ്ഞ് നമ്മളെല്ലാം ഇന്ന് കളത്തിന് ഔട്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷം. എന്താണ് ഇതിൻ്റെ കാരണം? കാരണം നമ്മളൊന്നായില്ല, അതുകൊണ്ട് നന്നായില്ല. കാലഘട്ടത്തിനനുസരിച്ചുള്ള ചിന്തകളും ഭാവനകളും പ്രവർത്തനമാണ് വർത്തമാനകാലത്ത് ആവശ്യം. പണ്ട് 10 സെൻറ്റ് വേണം, പദം വേണം, പാട്ടം വേണം, ഭാരം വേണം എന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് വർത്തമാനകാലത്ത് പാട്ടവും ഭാരവും അല്ല ആവശ്യം. അതെല്ലാം കിട്ടിക്കഴിഞ്ഞു. കിട്ടാത്ത പലതുമുണ്ട്. വിദ്യാഭ്യാസ നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയ നീതി, ഇതെല്ലാം ഇവിടുത്തെ പിന്നോക്ക അധസ്ഥിത വർഗത്തിലും ജനസംഖ്യ ആനുപാതികമായി ലഭിക്കേണ്ടതല്ലേ? അത് ലഭിക്കുന്നുണ്ടോ? ആരെങ്കിലും തരുന്നുണ്ടോ? അത് പറയാനുള്ള ആർജവം സമുദായത്തിന് ഇന്നുണ്ടോ? തമ്മിൽ ഇങ്ങനെ കലഹിച്ച് ഭിന്നിച്ചിരിക്കുമ്പോൾ അതിനിടയിൽ നിന്ന് ഈ രക്തം കുടിക്കുന്ന കുറുക്കൻ്റെ സ്വഭാവം, ആളുകൾ തമ്മിൽ ഇടിച്ച് അതിനിടയ്ക്ക് നിന്ന് കുറുക്കൻ ചോര കുടിക്കുന്ന അവസ്ഥ. മറ്റുള്ള സമുദായങ്ങൾ ഈ രാജ്യത്തിൻ്റെ സമ്പത്തായാലും അധികാരങ്ങളായാലും
ഇന്ന് ചോർത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ നോക്കി നിൽക്കാനും പരസ്പരം കലഹിക്കാനും മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതും അതിൻ്റെ പ്രേതങ്ങൾ ഇവിടെയുമുണ്ട്, ഈ സ്ഥാപനത്തിലും തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ട് എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ വളർച്ച, ഈ പ്രദേശത്തിൻ്റെ വളർച്ചയും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഏറ്റവും ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം IAS IPS IRS ഉൾപ്പെടെയുള്ള പല കോച്ചിങ് സെൻ്ററുകളും നടത്തിക്കൊണ്ട് ഉയരങ്ങളിലേക്ക് ഭാവനാപൂർവമായ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകുന്ന ഇന്നത്തെ നേതൃത്വം അവരെ ഭരിക്കാൻ അനുവദിക്കാം. അവരുടെ കാലാവധി വരുമ്പോൾ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ എതിർത്ത് തോൽപ്പിച്ചിട്ട് ജയിച്ചു വരുന്നവരെ അവർ ഭരിക്കുക. ഇതാണ് ജനാധിപത്യത്തിൽ ചെയ്യേണ്ട മര്യാദ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരെയും കുറ്റം പറയാനോ ആരെയും പുകഴ്ത്താനോ ഇല്ല. എന്നെ ഒരുപാട് പുകഴ്ത്തിയായിരുന്നു വന്നവരെല്ലാവരും. പുകഴ്ത്തിയതിനെല്ലാം നന്ദി. അതോടൊപ്പം തന്നെ ഒരുപാട് പേർ പറയുന്നുണ്ട്, അവർക്കും നന്ദി പറയാറുണ്ട് ഞാൻ. കാരണം എന്നെ ചീത്ത പറയാതിരിക്കുന്ന ദിവസം ഉണ്ടാകില്ല. എന്നെ നന്നായും പറയുന്നുണ്ട്. പക്ഷേ ആര് ചീത്ത പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എനിക്ക് ശരിയെന്നും തോന്നുന്ന എല്ലാ കാര്യങ്ങളിലും ഉറച്ചു നിന്ന് ഞാൻ മുമ്പോട്ട് പോകും. ആ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോയതുകൊണ്ടാണ് ഞാൻ 28 കൊല്ലമാണെങ്കിൽ SNDP യോഗമായാലും SNRS ആയാലും ഒരേ കാലഘട്ടത്തിൽ ഒന്നിച്ച് ഇത്രയും ദീർഘനാൾ എനിക്ക് ഭരിക്കാൻ സാധിച്ചത് ഞാൻ കൂടുതൽ ശരി ചെയ്തു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാം ശരിയാണ് ഞാൻ ചെയ്തതെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും കൂടുതൽ നല്ലത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ബഹുജനങ്ങൾ അത് അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ പ്രാർത്ഥനകളും ഇല്ലായ്മയിലുള്ള പാവങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്ത് ആ ഉയർച്ചയിൽ നിന്ന് സാമ്പത്തിക വിപ്ലവം വരെ വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ നന്മ കിട്ടിയ കുറേ അധികം പാവങ്ങളും സ്ത്രീകളും ഇവിടെയുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനകളും കൊണ്ടാകാം എനിക്ക് ഇന്നിപ്പോൾ 88ാമത്തെ വയസ്സ് സഞ്ചരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഓടാനും ചാടാനും പറയാനും എനിക്ക് സാധിക്കുന്നത് അവരുടെ എല്ലാം പ്രാർത്ഥന കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊന്നായി നന്നാകാം. അങ്ങനെ ഒന്നായി നന്നാകാനുള്ള ചിന്തകളും ഭാവനകളും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം.